ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളിട്ടിരുന്ന വീഡിയോയുടെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോ. അതായത് നമ്മൾ പെരുമ്പളത്ത് കല്യാണ വർക്കിന് പോയതാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ പെൺകുട്ടിയെ ഒരുക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നല്ല ചൂടായിരുന്നെന്ന്, അതുകൊണ്ട് സ്വെറ്റ് പാഡൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ബ്ലൗസൊക്കെ സെറ്റ് ചെയ്തത്. ഓൾറെഡി നമ്മുടെ കല്യാണപ്പെണ്ണ് നന്നായിട്ട് വേർക്കുന്ന ആളാണ്. കൂടാതെ അന്നത്തെ ചൂടെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ചൂടായിരുന്നു. ഞങ്ങളുടെ വെളുപ്പിനെ തുടങ്ങിയ വർക്കാണ്. എന്നെ കൊണ്ടാക്കിയ വീട്ടിൽ ഇവർ 3:30 ആകുമ്പം എന്നെ കൊണ്ടുപോകാൻ വരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവർ കുറച്ച് താമസിച്ചാണ് എത്തിയത്. അന്ന് നേരം വെളുത്തപ്പോൾ തുടങ്ങിയ ചൂടാണ്. സാധാരണ ഈ രാവിലെ സമയത്തൊക്കെ വലിയ ചൂടങ്ങനെ കാണാറില്ലല്ലോ. പക്ഷേ ഞാനവിടെ ചെല്ലുമ്പോൾ തൊട്ട് പെൺകൊച്ച് നല്ല വേർത്ത് കുളിച്ച് നിൽക്കുകയാണ്. രാവിലെ ആൾ കുളിച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നത്, എന്നിട്ടും നല്ല വേർപ്പാണ്. ഒരു സീലിംഗ് ഫാൻ, ഒരു പെഡസ്റ്റൽ ഫാൻ, പിന്നെ നമ്മൾ ഈ കല്യാണ വീട്ടിലൊക്കെ വയ്ക്കുന്ന വലിയ ഫാനില്ലേ, സുനാമി ഫാൻ എന്ന് പറയുന്ന ആ ഫാൻ, പിന്നെ കയ്യിൽ പിടിക്കുന്നൊരു ഫാനില്ലേ, അങ്ങനെ 4 ഫാനിനകത്താണ് ഈ പെങ്കൊച്ച് ഒരുങ്ങാനായിട്ട് നിന്നത്. എന്നിട്ടും ആൾ വേർക്കുമായിരുന്നു. ഏതെങ്കിലും ഒരു ഫാനൊന്ന് ഓഫ് ചെയ്ത് അപ്പം തന്നെ ആൾ വേർക്കും, അത്രയ്ക്ക് ചൂടായിരുന്നു. അതുകൊണ്ട് മേക്കപ്പ് ചെയ്യാനും ഹെയർ സെറ്റ് ചെയ്യാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ കേൾസൊക്കെ എടുത്ത് വിടുമ്പോഴേ ഈ ഇത്രയും ശക്തമായിട്ട് കാറ്റടിക്കുന്നതുകൊണ്ട് ഈ കേൾസൊക്കെ പെട്ടെന്ന് ലൂസായി പോകുന്നുണ്ടായിരുന്നു. എന്നാൽ ഫാൻ ഓഫ് ചെയ്തിട്ട് വർക്ക് ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ തലമുടി ഉൾപ്പെടെ നനഞ്ഞ് ഇങ്ങനെ വരുന്ന രീതിയിൽ ആൾ വേർക്കുകയായിരുന്നു. അന്ന് വൈകിട്ട് ഞങ്ങൾ തിരിച്ചു പോരുമ്പോഴേക്കും നല്ല മഴയുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു രാവിലെ തൊട്ട് ആ മഴക്കാറിൻ്റെ ഒരു ലക്ഷണം നിന്നുകൊണ്ടായിരിക്കും, നല്ല ചൂടായിരുന്നു. പിന്നെ നമ്മുടെ മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ ഗുണം കൊണ്ടായിരിക്കും നാളെ വേർത്ത് ഒഴുകുന്നെങ്കിലും ഈ മുഖത്ത് പാണ്ട് പിടിച്ച പോലൊന്നും വരുന്നില്ല, വേർപ്പ് മാത്രമാണ് ഒഴുകുന്നത്. മേക്കപ്പ് അങ്ങനെ ഒഴുകിപ്പോയ അത് മുഖത്തിങ്ങനെ പാണ്ട് പോലെ അങ്ങനെയൊന്നും വന്നില്ല. പക്ഷേ നന്നായിട്ട് വേർത്ത് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു വെങ്കിച്ച്. അപ്പോൾ ആൾ നന്നായിട്ട് ഒപ്പി കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ കല്യാണം നടക്കുന്നത് 10:30-ക്കും 11 മണിക്കും ഇടയ്ക്കാണ്. അതുകൊണ്ട് ഒരുങ്ങാൻ നല്ല സമയം ഉണ്ടാകുമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അപ്പോഴാണ് 7:30 ആകുമ്പോഴേക്കും ഫോട്ടോഗ്രാഫർ ഫോട്ടോഷൂട്ടിന് വരും, അതിന് മുമ്പായിട്ട് റെഡിയാക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മളിത്ര രാവിലെ പെങ്കൊച്ചിനെ ഒരുക്കാൻ തുടങ്ങിയത്. സാരിയൊക്കെ തലേദിവസം സെറ്റ് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് അതിനൊന്നും വലിയ താമസം ഉണ്ടായില്ല. സാരിയുടെ കാര്യം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മുഖമാണ് ചെയ്യാൻ തുടങ്ങിയത്. അവസാനമാണ് ഹെയർ സെറ്റ് ചെയ്തത്. വീഡിയോ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഫാനുകളുടെ ഒച്ചയൊന്നും കേൾക്കാത്തത്. ഞാനിപ്പോൾ കേൾപ്പിച്ച് തരാവേ. അല്ലെങ്കിൽ ആ ക്രാബ് ഇതിനകത്ത് റെഡ് കാണുന്നു. ഈ മോള് ഒരു കൂളർ സംഘടിപ്പിക്കാനായിട്ട് മാക്സിമം നോക്കിയതാണ്. പന്തല് ഡീലുകാരോടൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അവരുടെ കൂളർ വേറെ ഓട്ടം പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവരുടെ കയ്യിലും കൂളറൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഈ ഫാൻ്റെ ഇടയിൽ തന്നെ ഒരുങ്ങാൻ തീരുമാനിച്ചത്. ഞാൻ തലേദിവസം അവിടെ പോയി സ്റ്റേ ആയിരുന്നുകൊണ്ട് എൻ്റെ കൂടെ വരാനായിട്ട് വേറെ ആരും ഇല്ലായിരുന്നു. എൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ അങ്ങനെ വന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അവരുടെ മക്കളെയൊക്കെ ഇട്ടിട്ട് വരാൻ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവരാരും വന്നില്ല. എൻ്റെ മക്കളെ നോക്കാനായിട്ട് പിന്നെ അമ്മ ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്ക് പോകാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ കല്യാണ വർക്ക് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടത്. അപ്പം സമയം പോകണ്ടല്ലോ എന്നോർത്ത് ഉണ്ണിമോള് തന്നെ നെയിൽ പോളിഷൊക്കെ കയ്യിലിടുകയാണ്. ഈ മുറിയുടെ അടുത്ത് തന്നെ ഒരു മരം നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ മരം ഉണ്ടായിരുന്ന സമയത്ത് ഈ മുറിക്ക് വലിയ ചൂടില്ലായിരുന്നെന്നാണ് ഇവർ പറഞ്ഞത്. ആ മരം വെട്ടിയത് കൊണ്ടാണ് ഈ മുറിയിലേക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടുന്നത്. അങ്ങനെ സാരിയൊക്കെ ഉടുപ്പിച്ചതിന് ശേഷം നമ്മൾ മുഖത്തെ മേക്കപ്പ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്.
അങ്ങനെ മുഖത്തെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്തിട്ട് മുടി കെട്ടിക്കൊടുക്കാം. ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുത്തു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മൊബൈൽ ഇവിടെ ചാരി വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഓർണമെൻറ്റ്സ് ഒന്നും മര്യാദയ്ക്ക് കാണിക്കാൻ സാധിക്കാത്തത്. ഫ്രണ്ട് പോർഷൻ കേളി ചെയ്ത് സെറ്റ് ചെയ്യണം എന്നാണ് മോള് ആഗ്രഹം പറഞ്ഞത്. അപ്പോൾ അതുപോലുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഹെയർ സെറ്റ് ചെയ്യുന്ന സമയമായപ്പോഴേക്കും എനിക്ക് സഹായത്തിനൊരു മോളെ കിട്ടി. ആ മോളെയാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. നമ്മുടെ കല്യാണപ്പെണ്ണിൻ്റെ ഒരു കസിനാണത്. ഇത് വേണം വേണ്ട, എനിക്കിവിടെ മതി. എൻ്റെ മുടിയുടെ ഇച്ചിരി കാട്ടി ഈ ഒരു മതി. അതാ കൊച്ചിൻ്റെ മുടിയുടെ അല്ലെങ്കിൽ ഇനി ഹെയർ സെറ്റിങ്ങും ബാക്കി കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.